വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ? തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ? കുറവുകളെല്ലാം ഞാൻ വഹിക്കില്ലേ, പിന്നെന്തിനാകുലം എൻ മകനേ? കുറവുകളെല്ലാം ഞാൻ വഹിക്കില്ലേ, പിന്നെന്തിനാകുലം എൻ മകനേ? നിനക്കായി ജീവനെ തന്നവനല്ലേ, ഒരു നാളും നിന്നെ മറക്കുമോ ഞാൻ? നിനക്കായി ജീവനെ തന്നവനല്ലേ, ഒരു നാളും നിന്നെ മറക്കുമോ ഞാൻ? തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ? വിളിച്ചപ്പോഴെല്ലാം ശ്രദ്ധയോടെന്നെ കേട്ടവൻ നീ. ഹൃദയം നൊന്തു വിളിച്ചപ്പോഴെല്ലാം ശ്രദ്ധയോടെന്നെ കേട്ടവൻ നീ. വ്യസനം അറിഞ്ഞു ഹൃദയം അലിഞ്ഞു, മാറോടു ചേർത്തു ജീവനാഥൻ. വ്യസനം അറിഞ്ഞു ഹൃദയം അലിഞ്ഞു, മാറോടു ചേർത്തു ജീവനാഥൻ. എന്നെ മാറോടു ചേർത്തു ജീവനാഥൻ. തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ? അലിവോടെ എന്നെ കാത്തവൻ നീ. മിഴിനീർ തോരാത്ത ജീവിത വഴിയിൽ അലിവോടെ എന്നെ കാത്തവൻ നീ. കണ്ണീർ തുടച്ചു ആശ്വാസമേകി, മാറോടു ചേർത്തു പ്രാണനാഥൻ. കണ്ണീർ തുടച്ചു ആശ്വാസമേകി, മാറോടു ചേർത്തു പ്രാണനാഥൻ. എന്നെ മാറോടു ചേർത്തു പ്രാണനാഥൻ. തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ? തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ? ത്രിയേക ദൈവത്തിന് സ്തുതി. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. 126ാമത് മാരാമൻ കൺവെൻഷൻ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. കഴിഞ്ഞ 13 സംവത്സരങ്ങൾ ഈ കൺവെൻഷന് നേതൃത്വം നൽകിയ
ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്താമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നേതൃത്വത്തെ ഈ അവസരം ഞാൻ ഓർക്കുകയും ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ തലകളെ ഞാൻ വണക്കുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും ഇന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ശാരീരികമായിട്ട് ഇന്ന് ഈ പന്തലിലില്ല എന്നുവരികിൽ തന്നെയും തൻ്റെ അനുഗ്രഹങ്ങൾ ഈ സഭയുടെ മേൽ വർഷിപ്പിക്കുന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം വചന കേൾവിക്കായി ഈ മണൽപ്പുറത്ത് അല്ലാതെയും വന്ന് ചേർന്നിരിക്കുന്നതായിട്ടുള്ള അവസരമാണ്. വചന കൂടാരത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ലോകജനത അഭിമുഖീകരിക്കുന്ന മഹാമാരിയിൽ നിയന്ത്രണങ്ങളോടെ എങ്കിലും ഈ വർഷത്തെ കൺവെൻഷൻ നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനേകം ആളുകൾക്ക് ഇന്നിവിടെ വന്ന് സന്നിഹിതനാകുവാൻ സാധിക്കുന്നില്ല എന്നത് മനസ്സിലാക്കുന്നുണ്ട്. പന്തലിൽ വന്ന് വചനം കേൾക്കുക എന്നത് ഒരു വൈകാരിക അനുഭവമായി അനേകം ആളുകളുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. അത് സാധിക്കാതെ വരുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വിഷമം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. മാരാമൻ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഈ കൺവെൻഷൻ സമൂഹത്തിൽ ഒരു ചലനാത്മക സ്വാധീനമാണ്. കൺവെൻഷൻ്റെ സാമൂഹ്യമായുള്ള ദർശനമാണ് ഈ കൺവെൻഷനെ ചലനാത്മകമാക്കിയത്. സമൂഹത്തെ ബാധിക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് ക്ഷതമേൽക്കുന്ന തിന്മകൾക്ക് അവയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധം തീർക്കുവാനും നന്മയിലേക്ക് സമൂഹത്തെ പരിവർത്തിക്കുവാനും മാരാമൻ കൺവെൻഷൻ കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല, പൊതു ഇടങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രായോഗികപരത സാധ്യമായി. അതിനുള്ള പ്രചോദനമായിരുന്നു മാരാമൻ കൺവെൻഷൻ്റെ വചന കേൾവി. അതുകൊണ്ട് തന്നെ അടുത്തു നിന്നും ദൂരത്തു നിന്നും വചനം കേൾക്കുന്നതായിട്ടുള്ള എല്ലാവരും വചന കേൾവിക്കായി പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുകയും കേൾക്കുന്നതായിട്ടുള്ള വചനം സഹചരെ മറന്നുകൊണ്ടുള്ള ഒരു വചന കേൾവിയായി തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യരുത്. മാരാമൻ കൺവെൻഷൻ എല്ലായ്പ്പോഴും ഒരു തുറന്ന വേദിയാണ്. മതവ്യത്യാസങ്ങൾ കൂടാതെ ജനങ്ങൾ കൺവെൻഷനിൽ എക്കാലവും സംബന്ധിച്ചിരുന്നു. ഈ വർഷവും അപ്രകാരം ആളുകൾ സംബന്ധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. ജാതിവിരുദ്ധമായ പൊതുമണ്ഡലത്തെ രൂപപ്പെടുത്തി ദൈവജനമായിട്ട് എല്ലാവരെയും കാണുവാനായിട്ടുള്ളൊരു വീക്ഷണം മാരാമൻ കൺവെൻഷൻ നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ സാർവത്രികത പ്രസംഗങ്ങൾ മാത്രം നിർത്താതെ നമ്മളുടെ ഇരിപ്പിടങ്ങളിലും ഭക്ഷണശാലകളിലും ഒക്കെ അത് സാധ്യമാക്കി തീർത്തിട്ടുണ്ട്. ഭാരത സുവിശേഷീകരണത്തിന് തന്നെ മാരാമൻ കൺവെൻഷൻ ഒരു വേദിയായി തീർന്നു എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമ്മളുടെ കൺവെൻഷൻ്റെ എല്ലാ മീറ്റിങ്ങുകളും വനിതകൾക്ക് ഇപ്പോൾ പ്രവേശനം ലഭ്യമായി തീർന്നിട്ടുണ്ട്. വേദപുസ്തകം ആഴത്തിൽ പഠിക്കുന്നതിനും സംവേദിക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും എല്ലാവർക്കും ഒരു തുല്യ അവസരം ഒരുക്കുന്ന വേദിയായി മാരാമൻ കൺവെൻഷൻ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും വാതിലുകൾ തുറക്കപ്പെടേണ്ടതാണ് എന്നത് ഈ കൺവെൻഷനിലൂടെ നാം പഠിക്കേണ്ടതായിട്ടുള്ളൊരു പാഠമാണ്. നമ്മളുടെ മനസ്സ് തുറക്കുക, നമ്മളുടെ ഹൃദയം തുറക്കുക, നമ്മളുടെ വീക്ഷണം തുറക്കുക, നമ്മളുടെ കാഴ്ചപ്പാടുകൾ തുറക്കുക. അങ്ങനെ എത്രയോ മേഖലകളിൽ നാം ഇനിയും തുറക്കപ്പെടുവാനായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
അതിനായി നമ്മെ ഈ കാലഘട്ടത്തിലൂടെയും വഴി നടത്തട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞു, ദൈവരാജ്യം കടുകുമണിയോടെ സദൃശ്യമാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. കടുകുമണി വലിപ്പത്തിൽ ചെറുതെങ്കിലും അതിൻ്റെ സാധ്യതയും ശക്തിയും വലുതാണ് എന്നത് നാം തിരിച്ചറിയുന്നു. പ്രപഞ്ചത്തിൽ ചെറുതെന്ന് തോന്നുന്നവയ്ക്കുള്ളിലും പ്രവചിക്കാനാവാത്തതായിട്ടുള്ള ശക്തി ദൈവം നൽകിയിട്ടുണ്ട്. ന്യൂക്ലിയർ ആറ്റത്തിൽ നിന്ന് ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ വേർതിരിക്കുന്നത് നമുക്കറിവുള്ള കാര്യമാണ്. സൃഷ്ടിക്കുന്നതിനും പരിവർത്തിപ്പിക്കുന്നതിനും സംഹരിക്കുന്നതിനുമുള്ള കഴിവ് ചെറുതിലും അടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഇവയിലൂടെ നാം മനസ്സിലാക്കുന്നത്. കൊറോണ വൈറസും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠം അതാകുന്നു. സഭയുടെ ആകമാനമായ ഉണർവ്, ദൗത്യ നിർവഹണം താഴെ തട്ടിലുള്ളവരുടെയും പ്രവർത്തനങ്ങളുടെയും ആകത്തുകയാണ് എന്ന വസ്തുതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മാരാമൻ മഹായോഗം എന്നാണ് നാം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ മഹായോഗത്തിൽ കേൾക്കുന്നതായുള്ള വചനം പ്രാദേശികമായുള്ള തലത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പ്രാദേശിക ഇടവുകളും സംഘടനകളുടെ യൂണിറ്റുകളും ദൈവരാജ്യ ദർശനങ്ങളിലൂന്നി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിച്ചു, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവനറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെയാകുന്നു. ദൈവരാജ്യ പ്രവർത്തനം ഓരോരുത്തരുടെയും സ്വാഭാവിക പ്രവർത്തനങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും പ്രാദേശിക ഇടങ്ങളിൽ സാധ്യമാകേണ്ട ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ദൈവവചനം പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് വഴികാട്ടിയാണ്. ദൈവത്തിൻ്റെ വചനം കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവുമാണ് എന്നത് നാം തിരിച്ചറിയുന്നുണ്ട്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുണ്ടായിരുന്ന അപജയങ്ങളെ ഈ കാലഘട്ടം കൂടുതൽ വെളിവാക്കി തരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. സൗകര്യപൂർവ്വം നാം മറച്ചുവെച്ച യാഥാർത്ഥ്യങ്ങൾ മറനീക്കി പുറത്തു വരുവാൻ കോവിഡ് മഹാമാരി കാരണമായിട്ട് തീർന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തികമായുള്ള അസമത്വം, കമ്പോളത്തിൻ്റെ കടന്ന് കയറ്റം, പ്രകൃതിയുടെ മേലുള്ള ചൂഷണം എന്നിവ ഒരു വരേണ്യവർഗത്തെ സൃഷ്ടിച്ച് അവയെ സുഖലോലുപരാക്കി ഒരു വശത്തെ വൻകിട കോർപ്പറേറ്റുകളെ നാം രൂപപ്പെടുത്തി, മറുവശത്തെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. ദരിദ്രൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കരകയറാനാവാത്ത വിധം കൂപ്പുകുത്തി എന്നത് ദിനംതോറും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 40 കോടി ജനങ്ങളാണ് സമ്പൂർണ്ണ ദാരിദ്ര്യത്തിൽ കഴിയുന്നത്. കുടിവെള്ളം ലഭിക്കാത്തവർ 20 കോടിയും. വികസനത്തിൻ്റെ പേരിൽ വിഭവസമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. അയൽക്കാരൻ്റെ പ്രശ്നം പട്ടിണിയായാലും അത് ചൂഷണമായാലും അതൊന്നും എന്നെയോ നിങ്ങളെയോ നമ്മെ ബാധിക്കുന്നില്ല എന്ന ചിന്ത ലോകത്തെ പ്രശ്നങ്ങളെ ഇല്ല എന്ന നിലയിൽ ജീവിക്കുവാൻ മാനവ സമൂഹത്തെ ഇന്ന് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സ്വയം നിർമ്മിത സംതൃപ്തിയിലേക്ക് നാം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ക് പോലും സഹിക്കാൻ സാധിക്കാത്ത വിധം സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തെയാണ് ഈ കോവിഡ് കാലഘട്ടം നമുക്ക് തുറന്ന് വെളിവാക്കി തന്നത്. നാം ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള കാലഘട്ടം സത്യാന്തര ലോകത്താണ് എന്നത് തിരിച്ചറിയുന്നുണ്ട്. നെല്ലും പതിരും എന്തെന്ന് അറിയാതെ നാം പാറ്റും ചാറ്റും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സത്യം കാലിച്ചാക്കാകുന്നു. വിവരങ്ങളുടെ അധിക മഴയിൽ നാം മുങ്ങിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അത്രയേറെ ദിവസം തോറും നാം വായിക്കുന്നു. എത്രയോ മണിക്കൂറുകൾ ഇതിൻ്റെ പിന്നാലെ നാം ചെലവഴിക്കുന്നു. വൈറസിൻ്റെ വ്യാപനം മനുഷ്യൻ കെട്ടിപ്പൊക്കിയ ബാബേൽ കോട്ടകളെ തകർക്കുന്നതിന് കാരണമായി തീർന്നു എന്ന ഗുണപാഠം ഉൾക്കൊള്ളുവാൻ നമുക്കിടയാവണം. സൂക്ഷ്മാണുവിൻ്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിന്ന മനുഷ്യൻ
തൻ്റെ സ്വയം നിർമ്മിത കോട്ടകൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ച കാണേണ്ടതായിട്ട് വരുന്നു. കേവലം സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞില്ലാതാകുന്ന കൊറോണ വൈറസ് സൂപ്പർസോണിക് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നതായുള്ള ഈ ലോകത്തെ നിശ്ചലമാക്കുവാൻ പര്യാപ്തമായെങ്കിൽ ഇനിയും നാം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ലോക യാഥാർത്ഥ്യങ്ങൾ എത്രയോ അധികമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈ പ്രപഞ്ചത്തെ മനുഷ്യൻ്റെ ഉള്ളം കയ്യിൽ ഒതുക്കുവാൻ കഴിയുകയില്ല. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം നമുക്ക് വെളിവാക്കി തരുന്ന സത്യങ്ങളെ മാത്രമേ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സൂക്ഷ്മവും സ്ഥൂലവുമായ എത്രയോ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത്. ഇതിനെ തിരിച്ചറിയാനായിട്ടുള്ള വിനയമാണ് നാം ആർജിച്ച് എടുക്കേണ്ടത്. ബോധത്തിൽ നിന്ന് സുബോധത്തിലേക്കും ജ്ഞാനത്തിൽ നിന്ന് പരിജ്ഞാനത്തിലേക്കും ദൈവവചന കേൾവിയിലൂടെ നാം നയിക്കപ്പെടണം. കർത്താവായ യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രഘോഷിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ യേശുവിലേക്ക് നോക്കുവാൻ മാരാമൻ കൺവെൻഷൻ നമുക്ക് സഹായമായിട്ട് തീരട്ടെ. സംഗീതത്വങ്ങളെ അതിജീവിക്കുന്നിടത്താണ് സുവിശേഷം സംഗതമായിട്ട് തീരുന്നത്. അവരനെ അവഗണിക്കുവാനായിട്ടുള്ള അവസരമായിട്ട് ഒരിക്കലും അകലം പാലിക്കുവാനായിട്ടുള്ള പ്രോട്ടോക്കോൾ കാരണമായിട്ട് തീരരുത്. മുഖാവരണം ധരിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നും മുഖം ധരിക്കുന്നതിനാവരുത്. ലോകം ഭയങ്കരമായ സംഗീതത്വത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണ വ്യത്യാസങ്ങളുടെയും പേരിൽ അവരൻ ഇല്ലാതെയായി തീരുന്ന സാഹചര്യം, ചേരിതിരിഞ്ഞ കൂട്ടങ്ങൾ രൂപപ്പെടുമ്പോൾ മാനവതയിലൂന്നിയ പൊതുസമൂഹമാണ് ഇല്ലാതെയാകുന്നത്. അപ്രകാരമുള്ള വിഭാഗീയതയുടെയും സംഗീതത്വത്തിൻ്റെയും രൂപാന്തരപ്പെടുത്തി വിശാല അനുഭവത്തെ പരിപോഷിപ്പിക്കുകയാണ് ദൈവവചന കേൾവിയിലൂടെ നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടത്. ഈ മാരാമൻ കൺവെൻഷനിലൂടെ ലഭ്യമായി തീരുന്ന വചന കേൾവി നമ്മളുടെ സംഗീതത്വങ്ങളെ വെല്ലുവിളിക്കുന്നതായിട്ട് തീരണം. സമഗ്രതയിലാണ് സൗഖ്യവും വിടുതലും സാധ്യമായിട്ട് തീരുന്നത്. മനുഷ്യരുടെ മാത്രമല്ല, ഇതര ജീവജാലങ്ങളോടും പ്രകൃതിയോടും നമുക്ക് അതിൻ്റെ സമഗ്രത ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ടാവണം. ഒരു ആഗോള ഈക്കോ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനായിട്ട് നാം ശ്രദ്ധാലുക്കളായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ മഞ്ഞ് മലത്തടാകം തകർന്ന് ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ആളുകളാണ് ആഴത്തിൽ മുങ്ങിയത്. കാലാവസ്ഥാ മാറ്റവും ആഗോള താപനവും മറ്റും ഇതിൻ്റെ പിന്നിലെ കാരണമായിട്ട് ഗവേഷകരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രൂശാനുഭവമുള്ള ദൈവജനത്തിന് മാത്രമേ ലോകത്തെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വയത്തെയും സംഗീതത്വങ്ങളെയും അതിജീവിക്കുന്ന ക്രൂശിൻ്റെ വഴിയിലേക്ക് സുവിശേഷം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പാകെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോവിഡാനന്തര കാലത്ത് ദൗത്യ നിർവഹണത്തിന് സഭ സന്നദ്ധമായിട്ട് തീരുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത പൂർവ്വകാലത്തേക്ക് മടങ്ങിപ്പോകുവാനായിട്ടുള്ള ഒരു ചിന്തയാണ്. മാസ്ക് മാറ്റുന്നതല്ല കോവിഡാനന്തര കാലത്തിൻ്റെ അടയാളം. ഒരു പുതിയ ലോകക്രമത്തിൻ്റെ സൃഷ്ടിയാകണം സഭയുടെ ലക്ഷ്യം. അപ്രകാരമുള്ള ഒരു പുത്തൻ ക്രമത്തെയാണ് സഭ ഇനി വിഭാവന ചെയ്യേണ്ടത്. നമ്മളുടെ ചുറ്റുപാടും ജനമധ്യത്തിലുള്ള നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരരുത്. എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്നിങ്ങനെയുള്ള രോദനങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ അത് കേൾക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവഗണിക്കപ്പെടുന്നതായുള്ള സാഹചര്യത്തിൽ അവരെ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കണം. വയോധികരായിട്ടുള്ള ആളുകൾ തള്ളപ്പെടുന്ന അവസരത്തിൽ, തിരസ്കരിക്കപ്പെടുന്നതായിട്ടുള്ള അവസരങ്ങളിൽ അവരുടെ ജീവിതക്രമത്തെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ദർശനം നമുക്ക് ഉണ്ടാവണം. പുറപ്പാട് പുസ്തകത്തിൽ
മോശയെ വിളിക്കുന്നതായുള്ള ദൈവം മോശയോട് പറയുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടിരിക്കുന്നു, ഞാൻ അവരുടെ കരച്ചിൽ കേട്ടിരിക്കുന്നു, ആകയാൽ വരിക, ഞാൻ നിന്നെ അയക്കും എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് കാണുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് കേൾക്കുവാനായിട്ട്, ദൈവം വിളിക്കുന്നിടത്ത് ദൈവത്തോട് ചേർന്ന് വരുവാനായിട്ട്, ദൈവം നിയോഗിക്കുന്നതായുള്ള സ്ഥാനങ്ങളിൽ ദൈവത്തിന് വേണ്ടി പോകുവാനായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു വേദിയായിട്ട് തീരേണ്ടതല്ലേ മാരാമൻ കൺവെൻഷൻ എന്നത് ഈ പ്രാരംഭ ദിവസം തന്നെ നമുക്ക് ചോദിക്കാം. നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ചുറ്റുപാടും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ഇന്ന് സമൂഹത്തിൻ്റെ സമൃദ്ധിയായിട്ടുള്ള ജീവനിലേക്കും സുരക്ഷിതത്വത്തിലേക്കും ദൈവം നയിക്കുന്നതായിട്ടുള്ള പുത്തൻ പുറപ്പാടുകൾക്ക് സഭയും കൂട്ടുചേരുവാൻ്റെ കോണം ഇടയായിട്ട് തീരണം. ഇന്ന് ലോകം നൽകുന്ന ഒരു കോർപ്പറേറ്റ് വേൾഡ് ഉണ്ടാവണം എന്നതല്ല നാം ആഗ്രഹിക്കേണ്ടത്. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ കമ്പാഷൻ, ആർദ്രതയും മനസ്സലിവും സ്നേഹവും നൽകിക്കൊടുക്കുന്നതായിട്ടുള്ള ഒരു ദേശവും ദേശവാസികളും രൂപപ്പെടുവാൻ ഇടയാവണം എന്നത് നാം ദർശിക്കേണ്ടതാണ്, ആഗ്രഹിക്കേണ്ടതാണ്. അനുദിനം വർദ്ധിതമാകുന്ന അസമത്വത്തിന് കാരണമായി തീരുന്ന ഘടനകളെ വിമർശനാത്മകമായി കാണുവാനായിട്ടും അതിന് ഇരകളാവുന്നവരെ താങ്ങുവാനുമായുള്ള കടമ നമുക്കുണ്ട്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം ഒരു ടെക്നോക്രാറ്റിക് വേൾഡാണ്. കമ്പ്യൂട്ടർ, റോബോട്ടുകൾ എല്ലാം തന്നെ മനുഷ്യനൊപ്പം എത്തുന്നത് ഇന്ന് കാണുന്നുണ്ട്. അധികം വൈകാതെ അവ മനുഷ്യരെ കടത്തിവെട്ടി മുന്നോട്ട് പോകുവാനായിട്ടുള്ള സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യരിലൊരു വലിയ പങ്ക് ഉപയോഗശൂന്യമായ ആളുകളായി കൂട്ടമായി ഭവിപ്പാൻ വീണുപോകുവാൻ ഇടയാവരുത്. കാലത്തെ മനസ്സിലാക്കുന്നതിലൂടെയാണ് സംഗതമായുള്ള ശുശ്രൂഷ എന്ന് തിരിച്ചറിയുവാനായിട്ടിടയാവുന്നത്. മാരാമൻ കൺവെൻഷൻ നാം കേൾക്കുന്നതായുള്ള വചനത്തിലൂടെ നാം ജീവിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചറിയുന്നതിന്, ചുവരെഴുത്തുകളെ വായിക്കുന്നതിന്, അതിൻ്റെ മധ്യത്തിലുള്ള ദൈവ നിയോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ വ്യാപൃതരാകുന്നതിന്, അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് ഇടയാകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. യന്ത്രബുദ്ധിയും നിർമ്മിത ബുദ്ധിയും, ടെക്നോക്രാറ്റിക് വേൾഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആധുനിക ഗോലിയാത്തുകളെ നിയന്ത്രിക്കുവാൻ ഈ ലോകം ശ്രമിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിൽ ആശ്രയമുള്ളവരായി, ദൈവത്തിന് വേണ്ടി പോരാടുന്നവരായി, ദൈവത്താൽ വിജയം കണ്ടെത്തുന്നവരായി തീരുവാൻ ദൈവസ്ഥിതരായിട്ടുള്ള നമുക്ക് സാധ്യമായിട്ട് തീരണം. ഒരു ജനാധിപത്യത്തിൽ കടന്നുകൂടാവുന്ന ദുഷിപ്പുകളെ അതിൻ്റെ മൂല്യങ്ങളിൽ ചെറുത്ത് നിൽപ്പ് ഉണ്ടാവേണ്ടതായിട്ടുള്ള രംഗങ്ങളിൽ ചെറുത്ത് നിൽക്കുന്നതിനായിട്ടും, പരിവർത്തിക്കേണ്ടതായുള്ള രംഗങ്ങളിൽ അതിനെ പരിവർത്തനം നൽകുന്നതിനായിട്ടും വീണ്ടെടുപ്പ് നൽകിക്കൊടുക്കുന്ന ഒരു സമൂഹമായിട്ടാണ് സഭ ആയിത്തീരേണ്ടത്. ഈ നാനാത്വത്തിൻ്റെ തത്വം ഇന്ന് വെല്ലുവിളി നേരിടുകയാണ്. വിഭജിക്കുന്നതിലായിട്ടല്ല, പിന്നെ സമഗ്രമായി ദൈവം നൽകിയിരിക്കുന്ന ഈ ലോകത്തെയും ലോകത്തിലെ ക്രമങ്ങളെയും ജീവനെയും എല്ലാം കാണുവാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മിൽ വർദ്ധിച്ചു വരേണ്ടത് ഈ കാലഘട്ടത്തിലും ആവശ്യമാണ്. അമേരിക്കൻ പ്രസിഡൻ്റായി ചുമതലയേറ്റ ജോ ബൈഡൻ്റെ വിശാലമായിട്ടുള്ള സമീപനം, താൻ അധികാരത്തെക്കാൾ ജീവിത മൂല്യങ്ങൾക്ക് വില നൽകുന്നു എന്നുള്ള പരസ്യ പ്രഖ്യാപനവും ഈ കാലഘട്ടത്തിൽ പുത്തൻ പ്രതീക്ഷയ്ക്ക് വകു നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ 2 വാക്കുകൾ ലോകം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വീക്ഷിച്ചത്. യൂണിറ്റി ആൻഡ് ഹീലിംഗ്, ഐക്യവും സുഖപ്പെടലും. ആ രാജ്യത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ ആകമാന ഐക്യത്തിനും സുഖപ്പെടലിനും വേണ്ടി ലോകം പ്രതീക്ഷയോടെ ക്രൈസ്തവ സഭയിലേക്ക്, വിശ്വാസ സമൂഹത്തിലേക്ക് ഉറ്റുനോക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഒരു വലിയ നോമ്പിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു. ഇത് അനുതാപത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അവസരമായിട്ട് തീരണം. അവനവനിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്. തിരക്കുകളുടെ പേരിൽ നാം നമ്മെ തന്നെ കാണാതെ പോകരുത്. നമ്മുടെ സാധ്യതകൾ, വൈകല്യങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് രൂപാന്തരപ്പെടുവാനാണ് ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. പ്രാർത്ഥനകളും വ്രതാനുഷ്ഠാനങ്ങളും
നമ്മെ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് ദിനംതോറും നയിക്കട്ടെ. പ്രിയരെ, നാം വചന കേൾവിക്കായിട്ട് മാരാമൻ കൺവെൻഷനിലേക്ക് ചേർന്ന് വന്നിരിക്കുന്നു. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള വചന കേൾവി ദൈവം നമുക്ക് നൽകണമേ എന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ശമൂവേൽ ബാലനെ പോലെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ നമുക്കും പറയാം. വിത്തും വിതക്കാരെയും ദൈവം നൽകി. ഇനി ആവശ്യം ഒരുക്കപ്പെട്ട നിലങ്ങളാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കപ്പെട്ട നിലങ്ങളാക്കി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ദൈവം തൻ്റെ അനുഗ്രഹമാരി നമ്മുടെ മേൽ ചൊരിഞ്ഞ് 30, 60, 100 മേനിയായി ഒരു വലിയ വിളവ് ലഭിക്കുവാൻ വചന കേൾവിയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും, സംശയമില്ല. അപ്രകാരമുള്ള അനുഗ്രഹീതമായിട്ടുള്ള ദൈവവചന കേൾവി ഈ ദിവസങ്ങളിലൂടെ ഈ മാരാമൻ കൺവെൻഷനിൽ ലഭ്യമാകുവാൻ സർവശക്തനായുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. 126ാമത് മാരാമൻ കൺവെൻഷൻ ഇപ്രകാരം പിതാവായിട്ടുള്ള ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധ റൂഹാകുന്ന നമ്മോട് കൂടെ ഇരുന്ന് കൂട്ടായ്മ നൽകുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിനും മഹത്വം കരയേറ്റുവാൻ്റെ കോണം ഇടയായി തീരട്ടെ എന്നത് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു. തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ. തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ. കുറവുകളെല്ലാം ഞാൻ വഹിക്കില്ലേ, പിന്നെന്തിനാകുലം എൻ മകനേ. കുറവുകളെല്ലാം ഞാൻ വഹിക്കില്ലേ, പിന്നെന്തിനാകുലം എൻ മകനേ. നിനക്കായി ജീവനെ തന്നവനല്ലേ, ഒരു നാളും നിന്നെ മറക്കുമോ ഞാൻ. നിനക്കായി ജീവനെ തന്നവനല്ലേ, ഒരു നാളും നിന്നെ മറക്കുമോ ഞാൻ. തളരാതെ മനമേ കൂടെയുണ്ടെന്നും വാഗ്ദത്തം തന്നവൻ ഞാനല്ലയോ. ഹൃദയം നൊന്തു വിളിച്ചപ്പോഴെല്ലാം ശ്രദ്ധയോടെന്നെ കേട്ടവൻ നീ. ഹൃദയം നൊന്തു വിളിച്ചപ്പോഴെല്ലാം ശ്രദ്ധയോടെന്നെ കേട്ടവൻ നീ. വ്യസനം അറിഞ്ഞു ഹൃദയം അലിഞ്ഞു, മാറോടു ചേർത്തു ജീവനാഥൻ. വ്യസനം അറിഞ്ഞു ഹൃദയം അലിഞ്ഞു, മാറോടു ചേർത്തു ജീവനാഥൻ. എന്നെ മാറോടു ചേർത്തു ജീവനാഥൻ. തളരാതെ മനമേ കൂടെയും